ഇനി ഈ 12 കോടി രൂപ മാത്രം കയ്യിൽ കിട്ടുന്ന ഭാഗ്യവാന് അയ്യോ 25 കോടിയുടെ ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞ് അയാളെ ഈച്ച പൊതിയുന്നത് പോലെ ആണ് ആൾക്കാര്. അതായത് ഓരോ തരത്തില് ഓരോന്ന് പറഞ്ഞ് അയാളെ എങ്ങനെയെങ്കിലും വശീകരിച്ച് കുറച്ച് ഫണ്ട് കുറച്ചായിട്ട് അയാളിൽ നൂറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് കരുതി അയാളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുണ്ട്. ഇത് ലോട്ടറി അടിക്കുന്നവർ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ലോട്ടറി അടിക്കുന്നവർ മനസ്സിലാക്കിക്കൊണ്ട്, അതായത് 12 കോടി രൂപ മാത്രം 25 കോടിയിൽ നിന്ന് 12 കോടി, ഇപ്പൊ 40% നികുതിയാക്കാൻ പോവുകയാണെങ്കിൽ ഈ 12 കോടിയും കിട്ടില്ല. ഏകദേശം 10 കോടിക്കടുത്തേ അയാളുടെ കൈ കിട്ടുള്ളൂ 25 കോടിയുടെ ലോട്ടറി അടിച്ചാല്. അങ്ങനെ ഈ 12 കോടിയോ 10 കോടിയോ എത്രയോ കിട്ടിയെന്നിരിക്കട്ടെ, ആ കിട്ടിയ ഓരോ പൈസയും ഒരു കാരണവശാലും ദൂർത്തടിച്ച് കളയാൻ പറ്റാതെ അനിവാര്യമായും സൂക്ഷിച്ച് ചെലവഴിക്കേണ്ട പൈസയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതകാലം മുഴുവനും അത് ഒരു അടിത്തറ പാകണം, ജീവിതത്തിന് ഒരു അടിത്തറ പാകണം. ഒരു പൈസ പോലും നഷ്ടപ്പെടുത്തി കളയരുത്.